ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളാണ്. പരിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യം നല്ലതുപോലെ മനസ്സിലാക്കിയതുകൊണ്ട് ആ സാന്നിധ്യം തന്നെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുവാൻ ജാതിമത വ്യത്യാസമില്ലാതെ നന്നായി ശ്രമിച്ചിരുന്നു. ഇന്ന് കേരള സഭയിലുള്ള സകല പള്ളികളും അതുപോലെ പള്ളിയുടെ അനുബന്ധമായുള്ള കാര്യങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ ഒരുമിച്ച് കൊണ്ടാൻ നോക്കിയതും ചാവറയച്ചൻ തന്നെ. പപ്പായ്ക്ക് സ്തുതിയെല്ലാം നേരെ നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം പപ്പായ്ക്ക് കൊടുക്കും, ഈശോയ്ക്ക് കൊടുത്ത് നോക്കി കഴിഞ്ഞപ്പം കൊച്ചു ഞങ്ങളുടെ നേരെ നമ്മളെങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ നേരെ നോക്കുന്നു. അപ്പോഴും ഞങ്ങളിങ്ങനെ എന്നാ പറയണ്ടേ എൻ്റെ ഈശോയെ നന്ദി എന്നൊക്കെ പറഞ്ഞു. വേഗം ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു കൊച്ചിന് സുഖമായി. ഇങ്ങനെ ഞങ്ങൾ മാന്നാനത്ത് പോയി പ്രാർത്ഥിച്ച് ഈ കൊച്ചിൻ്റെ കണ്ണ് സുഖമായി, വലിയ സന്തോഷം. പിന്നെ മൂത്ത ആങ്ങളോട് പറഞ്ഞു, അമ്മച്ചിയോടൊക്കെ പറഞ്ഞു, ബന്ധുക്കളോടൊക്കെ പറഞ്ഞു, വലിയ സന്തോഷം. പിന്നെ ആ മാന്നാനത്ത് വേഗം ഞങ്ങൾ വന്നു. ചാവറ പിതാവിൻ്റെ ജീവിതത്തെപ്പറ്റി വളരെയധികം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും. അവരുടെ പ്രത്യേകിച്ച് സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ, കേരളത്തിൻ്റെ നവോത്ഥാന മേഖലകളിൽ അവർ ചെയ്ത സേവനങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ശരിയായ ബോധ്യങ്ങളും അറിവുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? ചാവറയച്ചൻ്റെ വിശുദ്ധനാക്കപ്പെടുന്ന ചടങ്ങിന് ഒരു ജനകീയമായ അടിത്തറയുണ്ട്, അതിന് സെക്യുലറായ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ചാവറയച്ചൻ്റെ വിശുദ്ധി, അതിൻ്റെ അംശം, അതിൻ്റെ കിരണങ്ങൾ കേരളക്കരയിലുള്ള സർവ്വജനങ്ങൾക്കും പ്രാപ്യമാക്കുന്ന വിദ്യാഭ്യാസ ചിന്തകളും സാമൂഹ്യ പരിഷ്കരണവും 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഇന്ന് മുമ്പ് എന്നത്തേക്കാളും ബന്ധങ്ങൾക്കുള്ള ഒരു കണ്ണിയാക്കി മാറ്റി. അദ്ദേഹം സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുന്നു. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം പ്രചരിപ്പിക്കുക വഴി ഇന്ന് കേരളത്തിൽ കാണുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാലയങ്ങളിൽ ഭൂരിഭാഗവും നടത്തുന്നതിന് ക്രിസ്തീയ സഭയ്ക്ക് ഒരു അടിത്തറ പാകി കൊടുത്ത ചാവറയച്ചൻ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം 20-ാം നൂറ്റാണ്ടിലേക്കും 21-ാം നൂറ്റാണ്ടിലേക്കും ഇനി വരുന്ന കാലങ്ങളിലൊക്കെയും പടർന്നു വ്യാപിച്ചിരിക്കുന്നു. ഇന്നൊവേഷന്റെ കാര്യത്തിൽ, പുതുമകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ചാവറയച്ചൻ എന്നും മുന്നിലായിരുന്നു. കാരണം പള്ളി എന്ന സ്ഥാപനത്തെ അതിൻ്റെ പരിപൂർണമായ ഉപയോഗപ്പെടുത്തലിന്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓപ്റ്റിമൈസേഷന് വേണ്ടി കൂടിയായിരുന്നു പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സാമൂഹ്യമായ പരിഷ്കരണത്തോടൊപ്പം തന്നെ പള്ളിയുടെ സാധ്യതകളും പള്ളിയുടെ വിഭവശേഷിയും പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നൊരു മഹത്തായ ആശയം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു സെയിന്റ്ലി ഓൺട്രപ്രണർ ആയിരുന്നു, വിശുദ്ധനായ ഒരു സംരംഭകനായിരുന്നു. സുരേഷ് സാറ് സർവേ മേഖലയിൽ കൂടുതൽ ചാവറയച്ചനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചാവറയച്ചൻ്റെ ഈ സാമൂഹ്യ പരിഷ്കൃത മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെപ്പറ്റി സാറിൻ്റെ ഒരു വാല്യുവേഷൻ പറയാമോ? ചാവറയച്ചൻ കേരളീയ പൊതുസമൂഹ നിർമ്മിതിയുടെ അടിസ്ഥാന ശില പാകിയ ആളായിരുന്നു എന്നതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. 19-ാം നൂറ്റാണ്ടിൽ 1871 മരിച്ചുപോയ ഒരു മഹാനായ മനുഷ്യൻ, അതായത് ശ്രീനാരായണ ഗുരു, നമ്മൾ 20-ാം നൂറ്റാണ്ടിലെ കേരളം ലോകത്തിന് സംഭാവന ചെയ്ത നവോത്ഥാന നായകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് നാരായണ ഗുരുവിനെയാണ്. നാരായണ ഗുരു ജനിക്കുന്നതിന് മുമ്പ് ആണ് ചാവറയച്ചൻ്റെ പല മഹത് പ്രവൃത്തികളും നടന്നിട്ടുള്ളത്. ആ പ്രവൃത്തികൾ മുഴുവൻ തന്നെ കേരളം പിൽക്കാലത്ത് ഒരു
പൊതുസമൂഹമായിട്ട് ഒരു സിവിൽ സൊസൈറ്റി കേരളത്തിൽ ഉണ്ടായിത്തീരുന്നതിന് അടിത്തറയിട്ട പ്രവർത്തനങ്ങളായിരുന്നു ചാവറയച്ചൻ്റെ പ്രവർത്തനങ്ങൾ. അത് വിദ്യാഭ്യാസ രംഗത്താവട്ടെ, സാമൂഹ്യ പരിഷ്കരണ രംഗത്താവട്ടെ, മറ്റ് പ്രവർത്തന മേഖലയിലാവട്ടെ, ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച ഒരു കാര്യം പറഞ്ഞു. ആ ഒരു കാലഘട്ടം വളരെ പ്രധാനമാണെന്നുള്ള. കേരളം പോലും രൂപപ്പെട്ടിട്ടില്ല. ജാതി സമൂഹങ്ങളും ചെറിയ ചെറുകിട നാട്ടുരാജ്യങ്ങളും ഒക്കെയായിട്ട് മതസമൂഹങ്ങൾ, ഈഴവൻ, ക്രിസ്ത്യൻ, മുസ്ലിം, ചെറുമൻ, പുലയൻ എന്നൊക്കെയായിട്ട് ജാതി സമൂഹങ്ങളായി വിഭജിച്ചു നിന്നിരുന്ന ഒരു കാലത്ത് അതിൽ നിന്നൊക്കെ അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ആ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിന്തകളും തന്നെ ഇന്ത്യനൈസ്ഡ് ആയിരുന്നു എന്നുള്ള, കൂടുതൽ ഇന്ത്യൻ ആവുക. ഇപ്പം സംസ്കൃതം പഠിക്കണമെന്ന് തന്നെ ചാവറയച്ചൻ ആഗ്രഹിക്കുന്നതും ആഹ്വാനം ചെയ്യുന്നതും ഇന്ത്യയുടെ സംസ്കാരം ഉറങ്ങിക്കിടക്കുന്നത് സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളിലാണ് എന്നും അത് ഒരു വിഭാഗം ആളുകൾ മാത്രം കുത്തകയാക്കി വെക്കേണ്ടതല്ല, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാനുള്ള അവകാശമുണ്ട് അതിൻ്റെ മുകളിൽ, അതിന് സംസ്കൃതം പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് പാതിരിമാർ സംസ്കൃതം പഠിക്കണം. ഒപ്പം തന്നെ താഴേക്കിടയിലുള്ള ഹിന്ദുക്കൾ, അധകൃത ജാതിക്കാർ ഒക്കെ സംസ്കൃതം പഠിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് അക്കാലത്ത് ഒരുപക്ഷെ ഒരു വെല്ലുവിളി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വിപ്ലവകരമെന്ന് ഇന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ 1846 നാരായണ ഗുരുവിൻ്റെ ജനനത്തിനും 10 വർഷം മുമ്പ് അദ്ദേഹം സംസ്കൃത സ്കൂള് മാന്നാനത്ത് സ്ഥാപിക്കുന്നത്, അവിടെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകുന്നത്, അത് വല്ലാത്തൊരു സംഭവം. അതുപോലെ പള്ളിക്കൊപ്പം പള്ളിക്കൂടം ഉണ്ടാക്കുക മാത്രമല്ല, ആ പള്ളിക്കൂടത്തിൽ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകാൻ ശ്രമിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ പോലും, ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ പോലും എല്ലാ ജാതിക്കാർക്കും പ്രവേശനമില്ലാത്ത ഒരു കാലത്താണ് ചാവറയച്ചൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞത്. മാത്രമല്ല, അവിടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അക്കാലത്തുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത ആളുകൾ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി വരിക? അവരെ സ്കൂളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി, അവരുടെ പഠനം സുഗമമാക്കുന്നതിന് വേണ്ടി വളരെ പ്രായോഗികമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ചാവറയച്ചൻ. അങ്ങനെയാണ് പിടിയേരി പ്രസ്ഥാനം ഉണ്ടാകുന്നത്, ഉച്ചക്കഞ്ഞി പ്രസ്ഥാനം ഉണ്ടാകുന്നത്. പിൽക്കാലത്ത് കേരളം ആഘോഷിച്ച ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ, സഹകരണ പ്രസ്ഥാനമാവട്ടെ, ലൈബ്രറി പ്രസ്ഥാനമാവട്ടെ, പരിസ്ഥിതി പ്രസ്ഥാനമാവട്ടെ, സ്ത്രീ വിമോചന പ്രസ്ഥാനമാവട്ടെ, റേഷനിങ് സമ്പ്രദായമാവട്ടെ, ഇതിൻ്റെയൊക്കെ ആദ്യ പടികൾ ചാവറയച്ചൻ്റെ ആലോചനയിൽ നിന്ന് ഉദിച്ചതാണ് എന്ന് ഇന്ന് നമുക്ക് വേണമെങ്കിൽ സമർത്ഥിക്കാവും വിധം യുക്തിഭദ്രമായ പ്രവർത്തനങ്ങളായിരുന്നു. ഇപ്പൊ പിടിയേരി പ്രസ്ഥാനം എന്നും പറഞ്ഞാൽ ഒരാളെയും ബാധിക്കുന്നില്ല. അത് അവനവൻ ഉച്ചഭക്ഷണത്തിനോ മറ്റ് ഭക്ഷണ സമയത്ത് ഉണ്ടാക്കുന്ന അതിനുവേണ്ടി നീക്കിവെച്ചതിൽ നിന്ന് ഒരു പിടിയാണ് മാറ്റിവെക്കുന്നത്. അത് സ്വരൂപിച്ചിട്ടാണ് മറ്റില്ലാത്ത ഒരുപാട് ആളുകളുടെ ഇല്ലായ്മ പരിഹരിക്കുന്നത്. അതുപോലെ നൂറ്റുക്കഞ്ച് എന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു സമ്പ്രദായം, 100 രൂപയ്ക്ക് 5 രൂപ സ്വരൂപിച്ചിട്ട് ആരെയും ബാധിക്കുന്നില്ല. അത് കെട്ട് തെങ്ങ് സമ്പ്രദായം, ചെത്താനുള്ള തെങ്ങിൽ നിന്ന് ഒരു തെങ്ങ് മറ്റു പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെക്കുക. അങ്ങനെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാൾക്കും പ്രത്യക്ഷത്തിൽ തന്നെ ബാധിക്കുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ അവരെ ഇത്തരം സാമൂഹ്യ പ്രവർത്തനത്തിൽ ഭാഗഭാക്കാക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അത്യന്തം കർമ്മയോഗിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ള. ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഇപ്പോൾ അച്ചടി ഇത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല. അദ്ദേഹം ഈ കയ്യെഴുത്ത് പ്രതി, പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടാക്കി ആ പ്രതികൾ പലർക്കും കൈമാറി വായിക്കാൻ കൊടുത്ത് അങ്ങനെയാണ് അദ്ദേഹം അക്കാലത്ത് വായന പ്രചരിപ്പിച്ചിരുന്നത്. മാത്രമല്ല, ഈ വിദ്യാസമ്പന്നരായ ഈ പുതിയ തലമുറയ്ക്ക് അദ്ദേഹം ഈ പള്ളിക്കൊപ്പം പള്ളിക്കൂടം ഉണ്ടാക്കി ആ പള്ളിക്കൂടത്തിലൂടെ അക്ഷരവും സംസ്കാരവും അഭ്യസിച്ചു വരുന്ന ആളുകൾക്ക് ഇനി വായിക്കാൻ വേണ്ടിയുള്ള അച്ചടി വിദ്യ വേണം. അവിടെ പുസ്തകങ്ങൾ അച്ചടിക്കണം. കേരളത്തിലെ ആദ്യത്തെ പത്രമായ നസ്രാണി ദീപിക 1887 അച്ചടിക്കുന്നത് ചാവറയച്ചൻ വളരെ സാഹസപ്പെട്ട് വളരെ വിപ്ലവകരമായ രീതിയിൽ ഉണ്ടാക്കിയ മാന്നാനത്തെ സെന്റ് ജോസഫ് പ്രസ് എന്നാണ്. 1846 അദ്ദേഹം പ്രസ് സ്ഥാപിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ സർക്കാർ പ്രസ് പോയിട്ട് വളരെ ദീർഘദൂരം യാത്ര ചെയ്തു പോയി അത് കണ്ട് അതിൻ്റെ ഒരു മാതൃക മനസ്സിൽ സൂക്ഷിച്ച് ആ മാതൃക വാഴപ്പിണ്ടിയിൽ ആലേഖനം ചെയ്ത് അതിൽ നിന്നാണ് അദ്ദേഹം പ്രസ് ഉണ്ടാക്കിയത്. ആ പ്രസ്സിലാണ് പിന്നീട് മലയാളത്തിലെ ചരിത്രമായി തീർന്ന ദീപിക പത്രം, നസ്രാണി ദീപിക എന്ന പേരിൽ ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. അങ്ങനെ ഈ കേരളത്തിന്റെ
ഈ മാധ്യമരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒക്കെ പിൽക്കാലം വിസ്മരിക്കാനാവാത്ത വിധത്തിലുള്ള സംഭാവന നൽകിയതിൻ്റെ ആദ്യ പടി ചാവറയച്ചൻ്റെതായിരുന്നു. ആ അർത്ഥത്തിൽ നമുക്ക് ആധുനിക കേരളത്തിൻ്റെ ആദ്യകാല ശില്പികളിൽ പ്രമുഖനായി ചാവറയച്ചനെ കാണേണ്ടതുണ്ട്. സാറ് എങ്ങനെയാണ് ചാവറയച്ചനെ പറ്റി പഠിക്കാൻ ഒരു താല്പര്യമുണ്ടായി, അതിലേക്ക് വരാനുണ്ടായ കോണ്ടസ്റ്റ് ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്? അത് ഒരു പരിധിവരെ തമാശ നിറഞ്ഞതും കൂടി. നമ്മുടെ കോഴിക്കോട് ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ ഒരു ആകസ്മിക സംഭവമാണ്. അത് എൻ്റെ ഒരു ബ്രദറിൻലോയുടെ മകൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതും എൻ്റെ ലോക്കൽ ഗാർഡിയൻ അവളുടെ ഞാനായിരുന്നു. അങ്ങനെ അവിടെ പോവുകയും അവിടുത്തെ പ്രിൻസിപ്പൾ ജോൺ മണ്ണാർത്തറയച്ചൻ, അദ്ദേഹവുമായി പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിയാണ് ആദ്യമായിട്ട് എനിക്ക് ചാവറയച്ചനെ കുറിച്ചിട്ട് ഒരു ലേഖനം എഴുതാൻ വേണ്ടിയിട്ട് എന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഈ ചാവറ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഇതിൻ്റെ എന്തോ ഒരു ഉടമയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് സ്വാഭാവികമായിട്ടും നമുക്ക് തീർത്തും അജ്ഞനായിരുന്നു ഞാൻ. ആരാണ് ചാവറയച്ചൻ എന്നൊക്കെ എന്തോ ആണ് എന്നറിയാം, പക്ഷെ അത്ര വലിയ കോൺട്രിബ്യൂഷനൊന്നും നമ്മളതങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ പണിയല്ല ചാവറയച്ചനെ പറ്റി ലേഖനം എഴുതുന്നത് എൻ്റെ പണിയല്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛനോടത് പറയുകയും അച്ഛൻ അതല്ല അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊക്കെ പഠിക്കണം എന്ന് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് വന്നപ്പോൾ പുള്ളി തന്ന കുറേ മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. സത്യത്തിൽ വായിച്ചു നോക്കിയതോടുകൂടി ഞാൻ അതിൽ പെട്ടു എന്ന് പറയുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇത്രയും വലിയ കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള 19-ാം നൂറ്റാണ്ടിൻ്റെ കേരളത്തിലിരുന്നു കൊണ്ട് നേരത്തെ നമ്മളൊക്കെ ചർച്ച ചെയ്തതുപോലെ ഇത്രയേറെ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ, ഒരു കർമ്മയോഗിയെ കേരളം തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നുള്ളൊരു വല്ലാത്ത കുറ്റബോധം പിൽക്കാലത്ത്, അങ്ങനെ വല്ലാത്തൊരു കുറ്റബോധമായിട്ടത് എന്നിൽ വളർന്നു. അപ്പം അങ്ങനെയുള്ള ആലോചനകളിലേക്കൊക്കെ പോവുകയും ഞാൻ വീണ്ടും കുറെ കൂടി വിശദമായി ചാവറയച്ചനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മെനക്കെടുകയും അതിൽ തന്നെ കൃത്യമായിട്ട് അതിലേക്ക് കൊണ്ടുപോയത് മണ്ണാർത്തറയച്ചൻ തന്നെ. അദ്ദേഹം തന്ന പലവിധ പുസ്തകങ്ങളും ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വല്ലാണ്ട് കെട്ടിമറിഞ്ഞു എന്നൊക്കെ പറയുന്ന രീതിയിൽ പണിയെടുക്കുകയും അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നത്. ഞാൻ പിന്നീട് എനിക്കതിലൊരു ഭാരമായി തോന്നിയിട്ടില്ല. അത്രമാത്രം ആവേശകരമായ രീതിയിലാണ് ഞാൻ ചാവറയച്ചൻ്റെ ചരിത്രവും കാര്യമൊക്കെ പഠിച്ചത്. പിന്നെ വേറൊരു കൗതുകകരമായ കാര്യം ഉണ്ടായത്, ഞാൻ ഈ പഠനത്തിനൊക്കെ വേണ്ടി കൊണ്ടുവച്ചിരുന്ന മെറ്റീരിയൽസ് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച ഫാദർ മുണ്ടാടൻ്റെ പുസ്തകം, വലേരിയച്ചൻ്റെ പുസ്തകം, അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങളുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ എൻ്റെ ഭാര്യയും പിന്നെ ഇതിങ്ങനെ ആകസ്മികമായി വായിക്കുകയും അവളും ഇതിൽ താല്പര്യം കയറുകയും ഞാൻ പിന്നെ മണ്ണാർത്തറയച്ചനും ഞാനെല്ലാം കൂടി അവിടെ ഒരു പുസ്തകം നമുക്ക് ചാവറയച്ചനെ പറ്റി ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് ഇത് തുടങ്ങുകയാണ്. അതിന് മുമ്പായിട്ട് ആ പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇപ്പം ഇറങ്ങാൻ പോകുന്നുള്ളൂ. പക്ഷെ എൻ്റെ ഭാര്യ ചാവറയച്ചൻ്റെ ഒരു ലഘു ജീവചരിത്രം ചാവറയച്ചൻ എന്നുള്ള പേരിൽ എഴുതുകയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ പുസ്തകം പുറത്തിറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ചാവറയച്ചനെ പറ്റി ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ആദ്യത്തെ പുസ്തകം അതാണ്, സർക്കാർ തലത്തിൽ. അതുപോലെ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾ എഴുതുന്ന ആദ്യത്തെ പുസ്തകവും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അഭിനന്ദനീയമാണത്. പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ പങ്ക് വഹിച്ചു. പെൺകുട്ടികളെ പഠിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചിരുന്ന കാലത്ത് പെൺകുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ അഡ്മിഷൻ കൊടുത്തു. പെൺകുട്ടികൾക്ക് വേണ്ടി കൂനമ്മാവിൽ ബോർഡിങ്ങോടുകൂടിയ സ്കൂള് തുടങ്ങി. സ്ത്രീകളുടെ സമുദ്ധാരണത്തിന് വേണ്ടി CMC എന്ന സന്യാസിനി സഭ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സാറിൻ്റെ ഒരു പ്രതികരണം? ഇന്ന് കേരളം മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കൂടുതൽ അറിയപ്പെടുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തുള്ള സേവനത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരിൽ ഒരു വലിയൊരു അംശം, ഏറ്റവും നിലവാരമുള്ള നഴ്സുമാരിൽ വലിയൊരു അംശം കേരളത്തിൽ നിന്ന് വരുന്നവരാണ്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കുന്ന
അധ്യാപകരിലും ഒരു നല്ലൊരു വിഭാഗം കേരളത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ തുടക്കം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ ഇതിൻ്റെയൊക്കെ തുടക്കം ചാവറയച്ചനടക്കം ഉള്ള അന്നത്തെ സഭാ നേതൃത്വം സ്ഥാപിച്ച CMC സഭയാണെന്ന് പറയേണ്ടി വരും. 19-ാം നൂറ്റാണ്ടിൽ ഒരു ബോർഡിംഗ് സ്കൂളിനെ പറ്റി ചിന്തിക്കുക. വീട്ടിൽ നിന്നും പെൺകുട്ടികൾ പുറത്തിറങ്ങാത്തൊരു കാലത്ത് അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുക, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, വിധവകൾക്ക് പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് അവരെ ഈ സഭയിലേക്ക്, അവരുടെ ബോർഡിംഗ് സ്കൂളിലേക്കും ഒക്കെ ചേർത്താനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഒരു പുനരധിവാസത്തിനുള്ള വേദിയാക്കി ഈ സഭയെ മാറ്റുക എന്നതൊക്കെ വിപ്ലവകരമായ നേട്ടങ്ങളായിരുന്നു. അന്ന് അദ്ദേഹം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ തന്നെ വിപുലമായ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. ഒരുപക്ഷെ സഭയ്ക്കുള്ളിലേക്ക് സഭയുടെ പ്രവർത്തനങ്ങൾ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സഭ പൊതുസമൂഹത്തിന്റെ സഭയായി മാറുന്നതിൽ ചാവറയച്ചൻ CMC സഭ സ്ഥാപിച്ചതിൽ വളരെ വലിയൊരു പങ്കുണ്ട്. ഇന്നിപ്പോ കേരളത്തില് ഏറെക്കുറെ സ്ത്രീ പുരുഷ തുല്യത തത്വത്തിലെങ്കിലും കൈവരിച്ചിരിക്കുന്നു എന്ന് അംഗീകരിക്കപ്പെടേണ്ടി വരും മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇപ്പൊ ലോക നിലവാരത്തിലുള്ള പല കാര്യങ്ങളും സോഷ്യൽ ഇൻഡെക്സിലൊക്കെ കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം സത്യത്തില് ചാവറയച്ചനിൽ നിന്നാണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഈ സഭ സ്ഥാപിക്കുന്നിടത്ത് ലിയോപോൾ അച്ഛൻ്റെ വളരെ കൂടെ സഹായവും അദ്ദേഹം നേടിയിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരു ശൃംഖല സൃഷ്ടിക്കുന്ന കാര്യത്തിൽ, നെറ്റ്വർക്കിങ്ങിന്റെ കാര്യത്തിൽ, ഇന്റർപേഴ്സണൽ സ്കില്ലിന്റെ കാര്യത്തിൽ, കൺവിൻസിങ് സ്കില്ലിന്റെ കാര്യത്തിൽ, ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിൽ, ഈ രംഗങ്ങളിലെല്ലാം ഒരു മികച്ച മാനേജറുടെ പാഠവും കാഴ്ചവെക്കാൻ, ഒരു വലിയ ലീഡറുടെ പാഠവും കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏവ് പ്രാസ്യാമ്മ തന്നെ. ചാവറയച്ചൻ മരിച്ച് കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സഭയ്ക്ക് വേണ്ടി നിർണായകമായ സംഭാവനകളിലേക്ക് എത്തിച്ചേർന്ന ഏവ് പ്രാസ്യാമ്മയുടെ രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. ഒന്ന് അവരുടെ നിശബ്ദതയും ഒന്ന് അവരുടെ പ്രാർത്ഥനയും. അപ്പൊ അതിനൊക്കെയുള്ള ഏവ് പ്രാസ്യാമ്മ സത്യത്തിലെ CMC സഭയിലെ ആദ്യകാല അംഗങ്ങളിൽ ഒരായിരുന്നു, പ്രായണ ആദ്യകാല അംഗങ്ങളിൽ ഒരാളായിരുന്നു. അപ്പോൾ ഏവ് പ്രാസ്യാമ്മയെ പോലുള്ള വിശുദ്ധരായ വ്യക്തികൾ ഉണ്ടായിത്തീർന്നത് തന്നെ ചാവറയച്ചന്റെ ഒക്കെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടായിരിക്കണം. മാത്രമല്ല, നിർണായക ഘട്ടങ്ങളിലൊക്കെ അൽഫോൺസാമ്മയ്ക്ക് പോലും മാർഗനിർദ്ദേശം കൊടുക്കുന്നതിനും അവർക്ക് ഒരു ഉത്തേജനം ഉണ്ടാക്കി കൊടുക്കുന്നതിനും സത്യത്തിൽ ചാവറയച്ചന്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഇന്നിപ്പോ യാദൃശ്ചികമല്ലാതെ സത്യത്തില് കേരളത്തിലെ ഈ മൂന്ന് വിശുദ്ധരില് ചാവറയച്ചൻ, അൽഫോൺസാമ്മ, ഏവ് പ്രാസ്യാമ്മ, അതിൽ 2 പേർ സ്ത്രീകളായിരിക്കുന്നു എന്നത് മറ്റൊരു പ്രദേശത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത അത്ര വലിയൊരു നേട്ടമായിട്ടാണ് വ്യക്തിപരമായി ഞാനതിനെ കാണുന്നത്. അപ്പോൾ അൽഫോൺസാമ്മയുടെയും ഏവ് പ്രാസ്യാമ്മയുടെയും ഒക്കെ വിശുദ്ധി പദത്തിലേക്കുള്ള ഉയർച്ചയുടെ ശില്പികളിൽ പ്രമുഖനായിരുന്ന ചാവറയച്ചൻ സത്യത്തിൽ ഈ വിശുദ്ധിയുടെ അംശം കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതും കൊണ്ടുകൂടിയാണ് ഇന്ന് കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തത്ര പുരോഗതി പല രംഗങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാല് ചാവറയച്ചനെ പറ്റി ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊരു വ്യക്തി കേരളക്കരയില് ശ്രീനാരായണ ഗുരുവിനും, നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുവിനും മുന്നേ ജീവിച്ചിരുന്നു എന്നും ഒക്കെ, പിന്നെ വിർജിലിന്റെയും ഡാന്റെയുടെയും ഒക്കെ നാടകങ്ങളിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട് അത് മലയാള മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ശാകുന്തളം പോലുള്ള നാടകങ്ങൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കുന്നതിന് മുന്നേ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നതും, അത്തരം ചടങ്ങുകളിലൊക്കെ സ്ത്രീകളെ സുലഭമായി അദ്ദേഹം പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നതും ഒരു ക്രാന്തദർശിയായ ഒരു നേതാവിന് മാത്രം അവകാശപ്പെട്ട നേട്ടങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം
മൊത്തത്തിൽ നോക്കിയാൽ ചാവറയച്ചൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും ദീപ്തമായ ഒരു അധ്യായം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും. കൈനകരിക്കാർ അച്ചു വളരെ വളരെ സന്തോഷത്തിലാണ്. കൈനകരിക്കാർ മാത്രമല്ല, കൈനകരി ഉൾപ്പെടുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിലും വളരെ ആവേശത്തിലാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്ന, ഞങ്ങളുടെ മണ്ണിൽ പിച്ച വെച്ച് നടന്ന, ഞങ്ങൾ നടന്ന മണ്ണിൽ തന്നെ 1.5 നൂറ്റാണ്ട് മുമ്പല്ല, 1.5 അതിൽ കൂടുതൽ ആ കാലഘട്ടത്തിൽ പിച്ച വെച്ച് നടന്ന ഒരു വൈദിക, അത് കൈനകരിയിൽ നിന്നും പുണ്യം സ്വീകരിച്ച, അല്ലെങ്കിൽ കൈനകരി അതിനും കൂടെ കാരണമായ, അല്ലെ കുട്ടനാടൻ പ്രദേശങ്ങൾ കാരണമായ പുണ്യം, അദ്ദേഹം പുണ്യവാളനാകാനായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് സഹായിച്ച ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം എന്നുള്ള നിലയിൽ നിന്നും, എന്നുള്ള സ്ഥലത്തു നിന്നും വരിക. എന്നെ വ്യക്തിപരമായി സംബന്ധിച്ച് പറയുവാണെങ്കിൽ ആ കുടുംബ വംശാവലിയുടെ ഒരു കണ്ണിയായിട്ട് പിറക്കാൻ ഭാഗ്യം ലഭിച്ച ഞാനാണ്. എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വളരെ സന്തോഷവാനാണ്, ഞാനും എൻ്റെ കുടുംബവും. അതൊക്കെ വിടട്ടെ, അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒതുങ്ങുന്ന ആളല്ല ചാവറയച്ചൻ, ഒതുക്കേണ്ട ആളല്ല ചാവറയച്ചൻ. ഈ ഭൂപ്രദേശത്ത് വരുന്ന ആളെന്നുള്ള നിലയിൽ വളരെ വളരെ അധികം ഞങ്ങൾ സന്തോഷിക്കുന്നു. അവിടുന്ന് ആ കൈനകരി ദേശത്തു നിന്നുകൊണ്ട് പുണ്യം, ഞാൻ ഈ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സുരേഷിനോടും ഗോപിനാഥനോടും സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. അതായത് രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളാണ്. അച്ഛനൊരു സെക്യുലർ ആറ്റിറ്റ്യൂഡായിരുന്നു, മതനിരപേക്ഷ നിലപാടുകളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കാലഘട്ടം ഓർക്കണം, 1.5 നൂറ്റാണ്ട് മുമ്പുള്ള കാലഘട്ടത്ത് മതനിരപേക്ഷ നിലപാടുണ്ടായിരുന്ന ഒരു വൈദിക ശ്രേഷ്ഠൻ, വളരെ സങ്കുചിതമായി ചിന്തിക്കേണ്ടി ഇരുന്ന ഒരു വൈദിക ശ്രേഷ്ഠൻ, വളരെ വിശാലമായി ചിന്തിച്ചൊരു വൈദിക ശ്രേഷ്ഠൻ സേവനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിന് ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ എവിടുന്ന് അതിനുള്ള വിത്ത് കിട്ടി? അമ്മയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അദ്ദേഹത്തിന് ആ നന്മയുടെ വിത്ത്, ആ പുണ്യത്തിൻ്റെ വിത്ത് കിട്ടിയത് അമ്മയുടെ മുലപ്പാലിൽ കൂടി തന്നെയാണ്. മറിയം, അവരും ഒരു കുട്ടനാട്ടുകാരിയായിരുന്നു. വെളിനാട് തോപ്പിലെ മറിയം, അപ്പൻ കഠിനാധ്വാനിയായ ഒരു കുട്ടനാടൻ കർഷകരായിരുന്നു. അദ്ദേഹം രാവിലെ പോകും, വെളുപ്പിനെ പോകും, വൈകിട്ട് വരും. അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നോക്കിയിരുന്നത്. അങ്ങനെ മുന്നോട്ട് വന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ ആ നന്മ ആ മണ്ണിൽ നിന്ന് കിട്ടി. പിന്നെ മതനിരപേക്ഷ നിലപാടുകൾ പോലും ആ ഗ്രാമത്തിൽ നിന്നും വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം, കളരി വിദ്യാഭ്യാസം ഒരു ഹൈന്ദവ അധ്യാപകന്റെ അടുത്തായിരുന്നു 5 വർഷം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ആ ഫോർമേഷൻ ഉണ്ടായ ആ കാലഘട്ടം, ആ കാലഘട്ടത്തിലെ വിവിധ ജാതി മതസ്ഥരായ കുട്ടികളോട് കൊത്താണ് അദ്ദേഹം പഠിച്ചിരുന്നത്. അപ്പം ഇതെല്ലാം അദ്ദേഹത്തിന് ആ മതസഹിഷ്ണുതയും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള ത്വര ഉണ്ടാക്കിയെടുത്തു. ഗോപിനാഥ് സാർ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറഞ്ഞപ്പോഴും അദ്ദേഹം കളരിയിലേക്ക് പോകുമ്പോൾ തൻ്റെ 4 ചേച്ചിമാരുണ്ടായിരുന്നു. വേലിയിൽ പിടിച്ചു നിൽക്കുന്ന ആ ചേച്ചിമാരുടെ മോഹമായിരിക്കും അദ്ദേഹത്തെ സ്ത്രീ ശാക്തീകരണ മാർഗത്തിലൂടെയും ആ മൂർച്ചയേറിയ ആയുധം കേരള സമൂഹത്തിന് ഗുണം ചെയ്യത്തക്ക രീതിയിൽ ഉപയോഗിക്കാനും സാധിച്ചത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ചാവറയച്ചനെ പറ്റി അടുത്ത കാലത്ത് പഠിക്കുവാൻ അവസരം കിട്ടിയ ഒരു ഭാര്യയെയും ഭർത്താവിനെയും പരിചയപ്പെടുത്തുകയാണ്. സിമയ സഭയുടെ കോഴിക്കോട് പ്രോവിൻസ് ഒരു മെഗാ ക്വിസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായി. ആ മത്സരത്തിൽ 2ാം സ്ഥാനത്തിന് അർഹരായ ദമ്പതികളാണിപ്പോൾ എന്നോടൊപ്പം ഇവിടെയുള്ളത്. എൻ്റെ മുമ്പിലിരിക്കുന്നത് മിസ്റ്റർ ബിജു പയ്യനാട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീത. ഈ ക്വിസ് മത്സരത്തിന് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രചോദനം കിട്ടിയത് എങ്ങനെയാണ് അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിയത്? ആ മത്സരത്തിൽ പങ്കെടുത്തതിലൂടെ ചാവറയച്ചനെ അറിയാൻ കഴിഞ്ഞു, എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കടന്നു വന്നത്. ഒരു നിയോഗമെന്ന് ആണ് ഞങ്ങളിപ്പോൾ അതിനെ കരുതുന്നത്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക വഴിയായി വലിയ ദൈവാനുഗ്രഹവും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും അതിനേക്കാൾ ഉപരിയായി ഔദ്യോഗിക ജീവിതത്തിലും ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വേദി പങ്കിടാൻ വേണ്ടി ഇവിടെ എത്തിയത് തന്നെ.
ഇതൊരു മത്സരമായിട്ടാണ് ആദ്യം ഞങ്ങൾ രണ്ടുപേരും എടുത്തത്. മത്സരിക്കുക, ജയിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇതിൻ്റെ ഒരു ലക്ഷ്യവും. പിന്നെ കുറച്ച് ഭാഷാപരമായ കാര്യങ്ങളിൽ അല്പം താല്പര്യം ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഈ പഴയ മലയാള ലിപിയിലൊക്കെയുള്ള കാര്യങ്ങൾ വായിക്കാൻ ഞാൻ ആ ഒരു ഫാദർ വലീരിയൻ്റെ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഈ മലയാള അക്കങ്ങൾ എഴുതാനും പഠിക്കാനും തുടങ്ങിയത്. ആദ്യത്തെ ഒരു വായനയിൽ ഏതാണ്ട് അല്പം കാര്യങ്ങൾ മാത്രമേ മനസ്സിലായുള്ളൂ. അത് വെച്ചൊരു ക്വിസിന് തയ്യാറെടുക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ട് രണ്ടാമത് ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് ഒരു 500 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, എന്നിട്ട് പ്രീതിക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പർപ്പസോട് കൂടി അത് വായിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ ഈ മത്സരം എന്നുള്ളത് മാറ്റിവെച്ച് താല്പര്യപൂർവ്വം ഞാനത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കുമ്പോൾ, ഇതിൻ്റെ കണ്ടന്റ് നോക്കുമ്പോൾ കുറേയും കൂടി വ്യാപ്തിയുള്ളതാണ്. ചാവറയച്ചൻ്റെ കൃതികൾ ഇതിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ചാവറയച്ചൻ്റെ കൃതികൾ ഡൗൺലോഡ് ചെയ്ത് വിശദമായിട്ട്, അത് ഈ മത്സരത്തിന് വേണ്ടിയല്ല, വിശദമായിട്ട് വായിക്കുകയും മറ്റ് പല മലയാളത്തിലെ കൃതികളുമായി താരതമ്യം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ്, പുസ്തകങ്ങളിലെ കണ്ടന്റ് പരിമിതമാണെന്ന് എനിക്ക് തോന്നുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഏതാണ്ട് 8 വർഷമായി, ഏറ്റവും നല്ലൊരു കെമിസ്ട്രി ഫോർമേഷൻ ഉണ്ടായ ഒരു 2 മാസക്കാലം അതായിരുന്നു. വളരെ സന്തോഷകരമായൊരു കുടുംബജീവിതം. ഒന്ന്, ഈ ഋഗ്വേദത്തിൽ പറയുന്ന പോലെ സത്സംഗമ സായുജ്യം, അതായത് ഒരുമിച്ചിരുന്ന് ചിന്തിക്കുക, ഒരുമിച്ച് സംഭാഷണം ചെയ്യുക, ഒരുമിച്ച് അറിവ് ശേഖരിക്കുക, അത് ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമായിരുന്നു. അതാണ് ഞങ്ങളെപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു സന്തോഷം. അതാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായെന്നുള്ളത്. പ്രാർത്ഥനയുടെ ഘട്ടങ്ങളിൽ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഇൻറ്ററപ്ഷൻസ് വരുമ്പോൾ സൗകര്യപൂർവ്വം പ്രാർത്ഥന ഒഴിവാക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്തു. അപ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പ്രാർത്ഥനയിലാണ്, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ ഇരിക്കും, ഇപ്പോൾ വരാം, പ്രാർത്ഥന കഴിഞ്ഞ് വരാം എന്നുള്ള ആ ഒരു ശീലത്തിലേക്ക്. അങ്ങനെ പിന്നെ കുടുംബജീവിതത്തിൻ്റെ ഒരു താളത്തിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ വായനകളും, അത് വെറും വായനകളാവാത്തതുകൊണ്ടാണ്. നമ്മൾ വായിക്കുകയും എല്ലാ ദിവസവും ഞങ്ങളൊരു 2-3 മണിക്കൂർ അതിനെക്കുറിച്ച് ഓരോ ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും, പലപ്പോഴും ഈ നല്ലപ്പൻ്റെ ചാവരുകൾ വായിക്കുമ്പോൾ അതിൽ ഓരോ ഭാഗം എടുത്ത് ശരിക്കും വിശദീകരിച്ച് തന്നുകൊണ്ടിരുന്ന പ്രീതിയാണ്. ഞങ്ങൾക്ക് ചെറിയ കുട്ടികളാണ്, അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞ് തരുന്നതെന്നുള്ളത്. അതിൽ ഞങ്ങൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഘടകം, തൻ്റെ ശരിയെ മുറുകെ പിടിക്കാനും സമൂഹം മുഴുവനും തെറ്റായ ഒരു കാര്യം ശരിയാണെന്ന് വിചാരിക്കുമ്പോൾ പോലും അതിനെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് അതിനെ യഥാർത്ഥ ശരിയിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് നമുക്ക് ഒട്ടും കഴിയാത്തൊരു കാര്യം അതാണ്. സമൂഹത്തിൻ്റെ ഒക്കെ ഒരു ചിന്ത ഒരു ശരിയിലേക്ക് തെറ്റാണെങ്കിൽ പോലും സമൂഹം മുഴുവനും ഒരു കാര്യത്തെ ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കും ആ വഴിയെ പോയേക്കാം, ഇനി നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല എന്നൊരു ഭാവമാണ് ഇപ്പോൾ ആളുകൾക്കുള്ളത്. ചാവറയച്ചനെ കുറച്ച് കാലം കൊണ്ട് ഒറ്റയ്ക്ക് അതിനോട് പടപുരുത്തിക്കൊണ്ട് ആളുകളെല്ലാം ശരിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു കണ്ടെത്തലൊക്കെ നൽകിയ ഒരു വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ വലുതാണ്. ചാവറയച്ചൻ്റെ രചനകളിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് 1868 അദ്ദേഹം എഴുതിയ കുടുംബജീവിതത്തിലെ മാഗ്ന കാർട്ട എന്ന് പറയുന്ന ചാവരുളാണ്. ആ ചാവരുളിൽ മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ വളർത്തിയാൽ അവർ സമൂഹത്തിന് നല്ലത് ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ അറിയുന്നത് വഴി നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു പരിധി വരെ ഇതിൽ നിന്നെല്ലാം മാറി. അപ്പോൾ ഇതനുസരിച്ചിട്ട് ചെയ്താൽ കുട്ടികളെ ഒരു പരിധി വരെ നേരെ നയിക്കാമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഇടവകയ്ക്ക് നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സ്കൂളിന് നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ, നിങ്ങളിലൂടെ അനേകർക്ക് വെളിച്ചം കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഈ അന്യന് ദിവസം ആയുസ്സിന്റെ കണക്കിൽ ചേർക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, തൊഴിൽ ചെയ്തവന് വിയർപ്പാറും മുമ്പ് വേതനം കൊടുക്കണം എന്ന് പറയുന്നു. അത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിന് മുമ്പാണ്. അനസ്താസിയയുടെ രക്തസാക്ഷിത്വത്തെ പറ്റി തന്റെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന്, അതായത് സഭയുടെ ഐക്യത്തെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അനസ്താസിയക്ക് നേരിടേണ്ടി വന്ന ദുരന്ത കഥ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് അദ്ദേഹം അതിമനോഹരമായി കോർത്തിണക്കി എന്നത് നമ്മുടെ സാഹിത്യത്തില് അക്കാലത്തൊന്നും ചിന്തിക്കാനാവാത്ത ഒരു അലിഗോറിക്കലായ ഒരു പുതിയ സാഹിത്യ ശാഖ തന്നെ അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. 4 ക്ലാസ് കളരി പഠിച്ചിട്ടേ ഉള്ളൂ. ആ അദ്ദേഹത്തിന് എങ്ങനെ ഇത്രമാത്രം ഭാഷകൾ പഠിക്കാൻ പറ്റി? സ്പാനിഷ്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ, ലാറ്റിൻ, തമിഴ്, സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ്, ഇത്രമാത്രം ഭാഷ ഓരോരുത്തരെയും അടുത്തു പോയിരുന്ന് പഠിച്ചിട്ട് അത് മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു സ്വഭാവം.